നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു ഓവർ തിങ്കറായിട്ടൊരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ഓവർ തിങ്കർ ആയിരിക്കും. നമ്മൾ അങ്ങനെയുള്ളവരെ ഒരു കളിയാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലൈക്ക്, എന്തിനാ അവൾ അല്ലെങ്കിൽ അവൻ ഇത്രയും ചിന്തിച്ചു കൊണ്ട് ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ, എന്തിനാ ഇത്രയും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, അങ്ങനെ പലരും പറഞ്ഞ് കളിയാക്കാറുണ്ട് ഇങ്ങനെയുള്ളവരെ. ബട്ട് ഈ പറയുന്ന ആൾക്കാരാരും എന്തുകൊണ്ടായിരിക്കും ആൾ ഇത്രയും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആൾ ഇത്രയും നെഗറ്റീവായിട്ട് ആലോചിക്കുന്നത്, എന്തെങ്കിലും പ്രോബ്ലം നേരത്തെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവോ, ഡീപ്പായിട്ട് അങ്ങനെ ആരും ആലോചിക്കാറില്ല. ആൻഡ് ദാറ്റ്സ് വാട്ട് മേക്സ് മീ ഡിഫറെൻറ്റ്. ഐ തിങ്ക് ഡിഫറെൻ്റ്ലി ആൻഡ് വെൽക്കം ടു നീതു സോൾസ്കേപ്പ്. സോ ഇൻ ടുഡേയ്സ് എപ്പിസോഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഓവർ തിങ്കിങ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഓവർ തിങ്കിങ്ങിൻ്റെ പല കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ലൈക്ക്, വാട്ട് ഈസ് ഓവർ തിങ്കിങ്, സെക്കൻഡ് വാട്ട് ആർ ദ കോസസ് ഓഫ് ഓവർ തിങ്കിങ്, പിന്നെ വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഓവർ തിങ്കിങ്, പിന്നെ ഹൗ ടു ഓവർകം ഓവർ തിങ്കിങ്. പറ്റുമെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ പല പല എപ്പിസോഡിലായിട്ടായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടി, ഞാൻ ഇതൊന്നും പഠിച്ച് പറയുന്ന കാര്യങ്ങളല്ല. ഞാനും ലൈഫിലൊരു ഓവർ തിങ്കർ ആയിരുന്നു. ഞാൻ പല ആൾക്കാരെ ഓവർ തിങ്ക് ചെയ്യുന്ന പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസും ഞാൻ കണ്ടതും അറിഞ്ഞതും പിന്നെ ഞാൻ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഞാനങ്ങനെ ഒബ്സർവ് ചെയ്ത് കണ്ട കാര്യങ്ങളും പിന്നെ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളും ഞാൻ എന്തുകൊണ്ടായിരിക്കും ജസ്റ്റ് ഞാൻ ഒരുപാട് ഇതേപോലത്തെ കാര്യങ്ങൾ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യാനും വായിച്ച് മനസ്സിലാക്കാനും കാര്യങ്ങൾ തിരിച്ചറിയാനും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. കൂടുതലും ഒബ്സർവിങ് ആണ്. ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ മനസ്സിലാക്കി ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് വാട്ട് ഈസ് ഓവർ തിങ്കിങ്. എന്താണ് ഓവർ തിങ്കിങ്? എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അനാവശ്യമായിട്ട് നമ്മൾ ഓവറായിട്ട് ആലോചിച്ച് കൂട്ടുന്നതാണ് ഓവർ തിങ്കിങ്. വേറെ ഒന്നുമല്ല, അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. മോസ്റ്റ്ലി ആൾക്കാർ പറയുന്നത് ഓവർ തിങ്കിങ് എന്ന് വലുതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാവരും ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. ഞാൻ അല്ലെങ്കിൽ നീ എല്ലാവരും ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യമാണ്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആക്കേണ്ട കാര്യമില്ല എന്ന് ആൾക്കാർ പറയും. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓവർ തിങ്കിങ് ഒരു പരിധി വരെ ഓക്കെയാണ്. അതായത് നമ്മളിപ്പോൾ ലൈഫിൽ ഫോർ എക്സാമ്പിൾ ഒരു ജോലിക്ക് നമുക്കൊരു റിജക്ഷൻ കിട്ടി. അപ്പം നമ്മൾ കുറേ കാര്യങ്ങളിടയിലാണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിജക്ഷനെ നമ്മൾ ഇരുന്നിട്ട് അയ്യോ എന്തുകൊണ്ടായിരിക്കും ഞാൻ റിജക്റ്റ് ആയിട്ടുണ്ടാവുക, എന്നെക്കാൾ നല്ല ബെറ്റർ ആയിട്ടുള്ള ആൾ വന്നിട്ടുണ്ട്, അത് എനിക്ക് എൻ്റെ സ്കിൽസ് ഇല്ലേ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ, എന്തായിരിക്കും പ്രോബ്ലം, അങ്ങനെ ആലോചിച്ചു. അതായത് ഒരു ടൈം ബീങ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നു. അത് ഇറ്റ്സ് എ നോർമൽ ഓവർ തിങ്കിങ്. അതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഓവർ തിങ്കിങ് നമ്മൾ ഹാബിച്വലായിട്ട് ചെയ്യണം. അതായത് ലൈഫിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷൻസിനെയും നമ്മൾ ഹാബിച്വലായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതായത് നമ്മളുടെ ഡെയിലി ലൈഫിനത് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദാറ്റ് ക്യാൻ കൺവേർട്ട് ടു ആൻസൈറ്റി, ഡിപ്രഷൻ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, OCD ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് ഓവർ തിങ്കിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പരിധി വരെ ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഡിഫറെൻറ്റ് അതർ ഡിസോർഡേഴ്സ്. ആൻഡ് ഓവർ തിങ്കിങ് ഈസ് എ കൈൻഡ് ഓഫ് ഡിസോർഡർ. അത് മാത്രമല്ല, ഞാൻ ഇത്രയും നാൾ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ പലതരത്തിലുള്ള ഓവർ തിങ്കിങ് ഉണ്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഓവർ തിങ്കിങ്. ഞാൻ അതിന് സ്പെഷ്യലായിട്ട് പേരുകളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ ഫ്യൂ പോയിൻറ്റ്സ് ആയിട്ട് പറയാം. ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കിങ് എ ലോട്ട് അബൌട്ട് ഫ്യൂച്ചർ. അതായത് നടക്കാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കുന്നത്. അത് ഫ്യൂച്ചറിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലിയിൽ ഫ്യൂച്ചറിൽ നമ്മൾ ജോലിയിൽ എന്താവും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്, നമ്മുടെ ജീവിത സാഹചര്യം എന്തായിരിക്കും, ഫ്യൂച്ചറിൽ ആളിങ്ങനെ പറഞ്ഞപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും നടക്കുന്നത്, അങ്ങനെ ഫ്യൂച്ചറിൽ നടക്കാത്ത അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ഇനി നടക്കുമോ, അൺസർട്ടനിറ്റി, അതായത് നടക്കുമോ ഇല്ലേന്ന് പോലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ പറ്റി ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടുന്നത്. അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഡ്വെല്ലിങ് എ ലോട്ട് ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി ഓവറായിട്ട് ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി എന്തായിരിക്കും അത് അങ്ങനെ നടന്നത്, അല്ലെങ്കിൽ അവൻ എന്തിനായിരിക്കും എന്നോട് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് എന്തായിരിക്കും ആ റിജക്ഷൻ കിട്ടാനുള്ള കാരണം, എന്നാൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നത്, അങ്ങനെ പാസ്റ്റ് നടന്ന കാര്യങ്ങളെ പറ്റി ഓവറായിട്ട് ആലോചിച്ച് സ്ട്രെസ്സാകുന്നതും അതാണ് രണ്ടാമത്തെ കേസ്. തേർഡ് കേസ് എന്ന് പറയുന്നത് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേഴ്സ്റ്റ് കേസ് സിനാരിയോസിനെ പറ്റി നമ്മൾ ആലോചിക്കും. അതായത് ഇപ്പോൾ ഒരു സംഭവം നടക്കാൻ പോവാണ്,
അപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ടും ചിന്തിക്കും. പക്ഷെ കൂടുതൽ തൂക്കം നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സിലോട്ടായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അതായത് നെഗറ്റീവായിട്ട് എന്തൊക്കെ സംഭവിക്കും, അങ്ങനെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഓവറായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വേഴ്സ്റ്റ് കേസ് സിനാരിയോസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ നമ്മൾ ഒരു കാര്യം നടക്കുമ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു സിറ്റുവേഷന് വേഴ്സ്റ്റായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ഒരു കേസാണ് തേർഡ് വൺ. ഇതാണ് അക്കോർഡിംഗ് ടു മീ ദ 3 ടൈപ്സ് ഓഫ് ഓവർ തിങ്കിങ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓവർ തിങ്കിങ്ങിനെ പറ്റി പറഞ്ഞു. പിന്നെ കൂടുതൽ ചില ആൾക്കാർക്ക് ഞാനൊരു ഓവർ തിങ്കറാണോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. എന്തൊക്കെയാണ് കോമൺ സിംറ്റംസ് അല്ലെങ്കിൽ എന്താണ് കോമൺ സൈൻസ് ദാറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ എൻ ഓവർ തിങ്കർ. അതും ഞാൻ ഒബ്സർവ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാം. നമ്മൾ പണ്ടൊക്കെ ചെറുതായിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയും, നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ 1 അല്ല 2 അല്ല 3 വട്ടം ചിന്തിക്കണം എന്ന് പറയും. നമ്മൾ 3 വട്ടം വരെയൊക്കെ ചിന്തിച്ച് ഓക്കെ, എന്നിട്ട് നമുക്കവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഡിസിഷനിൽ നമുക്കൊരു സെക്കൻഡ് തോട്ട് ഉണ്ട്, ഒരു സെക്കൻഡ് ഗെസ്സിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് യു ആർ എൻ ഓവർ തിങ്കർ. അതായത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ദെൻ യു ആർ എ ഓവർ തിങ്കർ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് സിറ്റുവേഷൻസിനെ പറ്റി മാത്രമായിട്ട് ആലോചിച്ച് ആ ഒരു സിറ്റുവേഷനെ പറ്റി മാത്രം ഇങ്ങനെ ആലോചിച്ച് അതിലൊരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ യു ആർ എൻ ഓവർ തിങ്കർ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ആ ഒരു കാര്യം, ഇപ്പം നമ്മൾ നെഗറ്റീവായിട്ട് ഒരുപാടായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് മാത്രം പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ഒന്നിനെയും പറ്റി ചിന്തിക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ദെൻ യു ആർ എൻ ഓവർ തിങ്കർ. പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ ആവുക, ആൻഷ്യസ് ആവുക, സ്ട്രെസ്ഡ് ആവുക, ദെൻ യു ആർ എൻ ഓവർ തിങ്കർ. അതായത് ഇപ്പം ഞാനൊരു കാര്യം ചെയ്തു, അത് എനിക്ക് മനസ്സിലുണ്ട് ഓക്കെ ഞാൻ ചെയ്തത് ശരിയാണെന്നുള്ളൊരു ഇത് മനസ്സിലുണ്ട്. പക്ഷേ അത് വേറൊരാൾ നമ്മളോട് പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഉറപ്പ് കിട്ടുള്ളൂ. അതായത് വേറൊരാൾ ഇപ്പം എന്നോട് പറയണം നീ ചെയ്തത് ശരിയായിട്ടോ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം, അതായത് റീഅഷ്വറൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദെൻ യു ആർ എൻ ഓവർ തിങ്കർ. പിന്നെ നടന്ന കാര്യങ്ങളും പാസ്റ്റിനെ പറ്റി ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക, അതിൽ തന്നെ പറ്റി റീപ്ലേ ചെയ്തിരിക്കുകയാണെങ്കിൽ ദെൻ യു ആർ എൻ ഓവർ. പിന്നെ ബാക്കിയുള്ളവർ എന്നെപ്പറ്റി എന്തായിരിക്കും ചിന്തിക്കുന്നത്, അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ആൾ എന്നെപ്പറ്റി എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ ആൾ എന്നെപ്പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ദെൻ യു ആർ എൻ ഓവർ തിങ്കർ. ദാറ്റ് ഈസ് അസ്യൂമിങ് വാട്ട് സമ്മൺ എൽസ് ഈസ് തിങ്കിങ് എന്നുള്ളൊരു കാര്യം. അതായത് ആ ആളെടുത്ത് സംസാരിക്കണ വരെ നമ്മൾക്ക് അസ്യൂം ചെയ്യും, ആൾ എന്നെപ്പറ്റി ഇങ്ങനെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, ഇങ്ങനെ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ യു ആർ എൻ ഓവർ തിങ്കർ. അത് മാത്രമല്ല, ഇപ്പോൾ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു കാര്യം നടക്കുകയോ അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യണം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത്, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായത്. അങ്ങനെയൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദെൻ യു ആർ എൻ ഓവർ തിങ്കർ. സോ ദിസ് ഈസ് മെയിനായിട്ട് നമ്മൾ കുറച്ചുള്ള സയൻസ്, അതായത് ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള സയൻസാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ഇൻ ടുഡേയ്സ് എപ്പിസോഡ് വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈസ് ഓവർ തിങ്കിങ്, what are the types of overthinking, and what are the common signs of overthinking. ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി വിചാരിച്ചത്, പക്ഷേ വീഡിയോ ലെങ്തി ആയിട്ട് പോകുന്നതുകൊണ്ട് ഐ തോട്ട് ഐ വിൽ സ്റ്റോപ്പ് ടുഡേയ്സ് എപ്പിസോഡ് ഹിയർ, ആൻഡ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് വിൽ ഡിസ്കസ് ഓൺ what are the main problems faced by overthinking and how to overcome this overthinking. So see you tomorrow. Bye bye. Thank you.